നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരേ പിതാമഹൻ അബ്രഹാം. അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച മൂന്ന് വലിയ മതങ്ങൾ: യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം. ഇവർ മൂന്നു കൂട്ടരും ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഒരേ പ്രവാചകന്മാരെ ബഹുമാനിക്കുന്നു. പക്ഷേ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഏറ്റവും വലിയ ചില യുദ്ധങ്ങളും സംഘർഷങ്ങളും ഈ കുടുംബക്കാർ തമ്മിലാണ് നടന്നത്. എന്തുകൊണ്ടാണ് ഒരേ വേരിൽ നിന്ന് വന്ന് ഇവർ നൂറ്റാണ്ടുകളായി പരസ്പരം പോരടിക്കുന്നത്? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമ്മൾ എങ്ങോട്ടായി പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ഓരോ മതവും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് വിശദമായി പരിശോധിക്കും. അവസാനം ഇവർക്കെല്ലാവർക്കും ഒരുമിച്ചു പോകാൻ ഒരു വഴി വല്ലതുമുണ്ടോ എന്നും നമ്മൾ അന്വേഷിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഈ പോരാട്ടം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള തർക്കം മാത്രമല്ല. അതിലുപരി ആരാണ് അബ്രഹാമിന്റെ യഥാർത്ഥ പിൻഗാമി എന്നതിനെ ചൊല്ലിയുള്ളൊരു അവകാശവാദമാണ്. ഇതൊരു ആത്മീയ പ്രശ്നമെന്നതിനേക്കാൾ ഒരു കുടുംബത്തിലെ സ്വത്ത് തർക്കം പോലെയാണ്. ഓരോ കൂട്ടരും പറയുന്നു, യഥാർത്ഥ പാരമ്പര്യം ഞങ്ങളുടേതാണ് എന്ന്. ഈയൊരു വാചകം അല്ലേ, ഇത് കാര്യങ്ങളെ ആകെ മാറ്റിമറിക്കും. നമ്മളിതിനെ ദൈവത്തിനു വേണ്ടിയുള്ള യുദ്ധമായി കാണുന്നതിന് പകരം സ്വന്തം പൈതൃകവും നിലനിൽപ്പും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഓരോ വിഭാഗത്തിന്റെ പോരാട്ടമായി കാണാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ആരാണ് ശരി എന്നതിനേക്കാൾ ആരുടെ കഥയാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന ചോദ്യത്തിനായിരിക്കും പ്രാധാന്യം. ശരി, അപ്പോൾ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. യഹൂദ ജനതയുടെ ഭാഗത്തുനിന്ന് തുടങ്ങാം. കാരണം അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഈ സംഘർഷത്തിന്റെ എല്ലാം തുടക്കം. ഈ വാക്കുകളിലെ ആ ഒരു ഭാരമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വെറുമൊരു അഭിപ്രായ വ്യത്യാസമല്ല. തങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ടത്, തങ്ങളുടെ ചരിത്രം, തങ്ങളുടെ ദൈവം, ഇതെല്ലാം തങ്ങളിൽ നിന്ന് ആരോ തട്ടിയെടുത്ത് അതിനെ മാറ്റിമറിച്ച് തങ്ങൾക്കെതിരെ തന്നെ ഒരു ആയുധമായി ഉപയോഗിച്ചു എന്ന ആഴത്തിലുള്ളൊരു വേദനയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ വിശ്വസിക്കുന്നത് ദൈവം അവരുമായൊരു ശാശ്വതമായ കരാറിലേർപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് എക്കാലത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനം അവരാണ്. അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ മറ്റുള്ളവരെടുത്ത് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു. യേശു വന്നത് മിശിഹായുടെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടല്ല. പോരാത്തതിന് ക്രിസ്ത്യാനികളുടെ തൃത്വം പോലുള്ള ആശയങ്ങൾ തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന് എതിരാണെന്നും അവർ കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം തങ്ങളുടേതാണ്, ബാക്കിയെല്ലാം അതിന്റെ തെറ്റായ പതിപ്പുകളാണ്. പക്ഷേ യഹൂദന്മാരൊരു തെറ്റായി കാണുന്നതിനെ ക്രിസ്ത്യാനികൾ കാണുന്നതൊരു പൂർത്തീകരണമായിട്ടാണ്. അത് രസകരമാണല്ലേ? നമുക്ക് ആ വശം കൂടി നോക്കാം. അവർ എങ്ങനെയാണ് ഈ കഥയെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പറയുന്നത് എന്ന് കാണാം. കണ്ടോ, ക്രിസ്ത്യാനികളുടെ കണ്ണിൽ ചരിത്രം മോഷ്ടിക്കപ്പെട്ടതല്ല, നേരെ മറിച്ച് അതതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ പ്രവാചകനും ഓരോ സംഭവവും യേശുക്രിസ്തു എന്ന ആ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഇവിടെയാണ് റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്ന ആശയം വരുന്നത്. അതായത് യേശുവിനെ മിശിഹായി അംഗീകരിക്കാത്തതുകൊണ്ട് യഹൂദന്മാർക്ക് ദൈവവുമായുള്ള ആ പ്രത്യേക കരാറിലെ സ്ഥാനം നഷ്ടപ്പെട്ടു. പകരം യേശുവിൽ വിശ്വസിക്കുന്നവർ പുതിയ ഇസ്രായേൽ അഥവാ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറി. അങ്ങനെ ഒരു പുതിയ ഉടമ്പടി പഴയതിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ കഥ എവിടെ തീരുന്നില്ല. ഇതിന് മൂന്നാമതൊരു ഭാഗം കൂടിയുണ്ട്. ക്രിസ്തുമതം യഹൂദമതത്തിന്റെ പൂർത്തീകരണമായി സ്വയം കണ്ടു. എന്നാൽ ഇസ്ലാം വരുന്നത് ഇതിനെല്ലാം ശേഷമുള്ള അവസാനത്തെ ഏറ്റവും കൃത്യമായ ഒരു തിരുത്തലായിട്ടാണ്. ഇവിടെയാണ് കാര്യങ്ങൾ വീണ്ടും മാറുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. മുൻപുള്ള പ്രവാചകന്മാർ ഒരു പ്രത്യേക ജനതയ്ക്കു വേണ്ടി വന്നപ്പോൾ മുഹമ്മദ് നബി വന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രവാചകനായിട്ടാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈയൊരു സാർവത്രികത ഇസ്ലാമിനെ മുൻപുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, യേശു ദൈവപുത്രനല്ല, മറിച്ച് ദൈവത്തിന്റെ മഹാനായൊരു പ്രവാചകനാണ്. യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും വേദഗ്രന്ഥങ്ങൾ കാലം കൊണ്ട് മനുഷ്യർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തെറ്റുകളെല്ലാം തിരുത്തി ശുദ്ധമായ ഏകദൈവ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് നബി വന്നു. ഖുർആനാണ് മാറ്റങ്ങളൊന്നും വരാത്ത അന്തിമ ഗ്രന്ഥം. അതിനാൽ അബ്രഹാമിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിന്റെ അവകാശികൾ ഇപ്പോൾ മുസ്ലിമുകളാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൻ്റെല്ലാം ഒരു ചുരുക്കം അതാണ് ഈ കാണുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് തർക്കം. യഹൂദർ പറയുന്നു, ഞങ്ങളാണ് ഒറിജിനൽ, എപ്പോഴും ഞങ്ങൾ തന്നെയായിരിക്കും. ക്രിസ്ത്യാനികൾ പറയുന്നു, അല്ല, ഞങ്ങൾ നിങ്ങളെ മാറ്റി പുതിയ ടീമായി. അപ്പോൾ ഇസ്ലാം വന്നിട്ട് പറയുന്നു, രണ്ടും ശരിയല്ല, ഞങ്ങളെല്ലാവരെയും തിരുത്തിക്കൊണ്ടുവന്ന അവസാനത്തെ വാക്കാണ്. ഈയൊരു അവകാശവാദമാണ് എല്ലാ സംഘർഷത്തിന്റെയും അടിസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇങ്ങനെ പരസ്പരം അംഗീകരിക്കാത്ത അവകാശവാദങ്ങൾ വെച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമില്ലേ? ഈ കുടുംബത്തിന് ഒന്നിക്കാനൊരു വഴിയുമില്ലേ? ചിലർ പറയുന്നത് ഒരു സാധ്യതയുണ്ട് എന്നാണ്.
ശരിക്കും ഇതൊരു ട്രാജഡി തന്നെയാണ് അല്ലേ? ഒരേ മരത്തിന്റെ 3 കൊമ്പുകൾ, പക്ഷേ ഓരോന്നും മറ്റൊന്നിനെ അംഗീകരിക്കുന്നില്ല. ദൈവദൂഷണമായിട്ടാണ് കാണുന്നത്. ഒരേ പൈതൃകത്തിൽ നിന്ന് തുടങ്ങി, പക്ഷെ ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, മറ്റുള്ളവർ തെറ്റാണെന്ന് വിശ്വസിച്ചു. അപ്പോൾ പിന്നെ എന്തു ചെയ്യാം? ആരാണ് ശരിയെന്ന് തർക്കിച്ച് ജയിക്കുന്നതിന് പകരം ചിലപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾക്ക് സഹായിക്കാൻ പറ്റിയേക്കും. ഒന്നാമത്, തർക്കങ്ങൾ മാറ്റിവെച്ച് തങ്ങളെല്ലാവരും അബ്രഹാമിന്റെ മക്കളാണെന്ന പൊതുവായ കാര്യം അംഗീകരിക്കുക. രണ്ടാമത്, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക, അവരുടെ വേദനയും വിശ്വാസവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്, അന്തിമവിധി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവസാനം ആര് ശരി ആര് തെറ്റ് എന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്ന വിനയം കാണിക്കുക. ഈ ഒരു വാചകം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും. ശരിക്കും നമ്മുടെ ലക്ഷ്യമെന്താണ്? നമ്മുടെ പക്ഷം ജയിക്കണമെന്നതാണോ അതോ സത്യം കണ്ടെത്തണം എന്നാണോ? നമ്മൾ ആത്മാർത്ഥമായി സത്യത്തെയാണ് തേടുന്നതെങ്കിൽ അത് ഏതു രൂപത്തിൽ വന്നാലും നമ്മളതിനൊരു സന്തോഷവാർത്തയെ സ്വീകരിക്കില്ലേ? അപ്പം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ 3 മതങ്ങളും വിശ്വസിക്കുന്നു ഭാവിയിലൊരു രക്ഷകൻ വന്ന് ലോകത്തെ ഒന്നിപ്പിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ രക്ഷകനു വേണ്ടി കാത്തുനിൽക്കാതെ ആ ഐക്യത്തിനുള്ള പണി എന്തുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങിക്കൂടാ? പഴയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം ഒരുമിച്ചൊരു നല്ല ഭാവിക്കു വേണ്ടി ഇന്ന് തന്നെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കൂടെ? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ.